ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ജിയോ, എയർടെൽ, VI തുടങ്ങിയ ടെലികോം മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികൾ അവരുടെ മൊബൈൽ റീചാർജ് പ്ലാനുകളുടെ നിരക്ക് ഇപ്പോൾ കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. അതും 11% മുതൽ 27% വരെ കൂടുതലായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇത് 2024 ജൂലൈ 3-ാം തീയതി മുതൽ ഇനി അങ്ങോട്ട് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ടെലികോം മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികൾ അവരുടെ മൊബൈൽ റീചാർജ് പ്ലാനുകളുടെ നിരക്ക് കുത്തനെ കൂട്ടാനുള്ള കാരണവും അതുപോലെ തന്നെ ജിയോ, എയർടെൽ, VI തുടങ്ങിയ ടെലികോം മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികളുടെ പുതിയ നിരക്ക് കൂടിയ മൊബൈൽ റീചാർജ് പ്ലാനുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ത്യയിൽ ജിയോ, എയർടെൽ, VI തുടങ്ങിയ ടെലികോം മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികൾ അവരുടെ മൊബൈൽ റീചാർജ് പ്ലാനുകളുടെ നിരക്ക് കുത്തനെ കൂട്ടാനുള്ള കാരണം സാമ്പത്തികമായി ആരോഗ്യമായ ഒരു ബിസിനസ് മോഡൽ ആകണമെങ്കിൽ ഓരോ ഉപഭോക്താവിൻ്റെയും മൊബൈൽ കണക്ഷനിൽ നിന്ന് കമ്പനിക്ക് ലഭിക്കുന്ന ശരാശരി വരുമാനം ഉയരണം. ഇതാണ് മൊബൈൽ റീചാർജ് പ്ലാനുകളുടെ നിരക്ക് കൂട്ടാനുള്ള കാരണം. അതുപോലെ അടുത്തതായി ജിയോ, എയർടെൽ, VI തുടങ്ങിയ ടെലികോം മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികളുടെ പുതിയ നിരക്ക് കൂട്ടിയ മൊബൈൽ റീചാർജ് പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം നമുക്ക് ജിയോയുടെ പുതിയ നിരക്ക് കൂട്ടിയ റീചാർജ് പ്ലാനുകൾ നോക്കാം. അപ്പോൾ ജിയോയുടെ പ്രീപെയ്ഡ് മന്ത്ലി പ്ലാനിൽ ഇവിടെ മുമ്പ് 155 രൂപയ്ക്ക് 2 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോൾ SMS ലഭിക്കുന്ന 28 ദിവസത്തെ വാലിഡിറ്റി ഉള്ള പ്ലാനിന് ഇപ്പം ന്യൂ പ്ലാൻ എന്ന് അവിടെ കാണാൻ സാധിക്കും 189 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ മുമ്പ് 209 രൂപയ്ക്ക് പെർ ഡേ 1 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMSും 28 ദിവസത്തെ വാലിഡിറ്റിയിൽ ലഭിച്ചിരുന്ന പ്ലാനിന് ഇപ്പോൾ 249 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതേപോലെ മുമ്പ് 239 രൂപയ്ക്ക് പെർ ഡേ 1.5 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMSും 28 ദിവസത്തെ വാലിഡിറ്റി ലഭിച്ചിരുന്ന പ്ലാനിന് ഇപ്പോൾ 299 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അങ്ങനെ മുമ്പ് 299 രൂപയുണ്ടായ പ്ലാനിന് ഇപ്പോൾ 349 രൂപയും, മുമ്പ് 349 രൂപയുണ്ടായ പ്ലാനിന് ഇപ്പോൾ 399 രൂപയും, മുമ്പ് 399 രൂപയുണ്ടായ പ്ലാനിന് ഇപ്പോൾ 449 രൂപയും എന്നിങ്ങനെ മന്ത്ലി പ്രീപെയ്ഡ് മൊബൈൽ റീചാർജ് പ്ലാനുകളുടെ നിരക്ക് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജിയോയുടെ 2 മന്ത് പ്ലാനുകളിൽ ഇവിടെ മുമ്പ് 479 രൂപയ്ക്ക് പെർ ഡേ 1.5 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMSും 56 ദിവസത്തെ വാലിഡിറ്റി ലഭിച്ചിരുന്ന പ്ലാനിന് ഇപ്പോൾ 579 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതോടൊപ്പം മുമ്പ് 539 രൂപയ്ക്ക് പെർ ഡേ 2 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMSും 56 ദിവസത്തെ വാലിഡിറ്റി ലഭിച്ചിരുന്ന പ്ലാനിന് ഇപ്പോൾ 629 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതും കഴിഞ്ഞ് ജിയോയുടെ 3 മന്ത് പ്ലാനുകളിൽ ഇവിടെ മുമ്പ് 395 രൂപയ്ക്ക് 6 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMSും 84 ദിവസത്തെ വാലിഡിറ്റി ലഭിച്ചിരുന്ന പ്ലാനിന് ഇപ്പോൾ 479 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ മുമ്പ് 666 രൂപയ്ക്ക് പെർ ഡേ 1.5 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMSും 84 ദിവസത്തെ വാലിഡിറ്റി ലഭിച്ചിരുന്ന പ്ലാനിന് ഇപ്പോൾ 799 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അങ്ങനെ 719 രൂപയുടെ പ്ലാനിന് ഇപ്പോൾ 859 രൂപയും, മുമ്പ് 999 രൂപയുടെ പ്ലാനിന് ഇപ്പോൾ 1199 രൂപയും എന്നിങ്ങനെ 3 മന്ത് മൊബൈൽ റീചാർജ് പ്ലാനുകളുടെ നിരക്ക് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജിയോയുടെ ആനുവൽ പ്ലാനിൽ ഇവിടെ മുമ്പ് 1559 രൂപയ്ക്ക് 24 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMSും 336 ദിവസത്തേക്ക് ലഭിച്ചിരുന്ന പ്ലാനിന് ഇപ്പോൾ 1899 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതോടൊപ്പം മുമ്പ് 2999 രൂപയ്ക്ക് പെർ ഡേ 2.5 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMSും 365 ദിവസത്തെ വാലിഡിറ്റി ലഭിച്ചിരുന്ന പ്ലാനിന് ഇപ്പോൾ 3599 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. ഇത് ജിയോയുടെ 1 ഇയർ പ്ലാനിൽ വരുന്ന മൊബൈൽ റീചാർജ് പാക്കേജ് ആണ്. അത് കഴിഞ്ഞ് ജിയോയുടെ ഡാറ്റ ആഡ് ഓൺ എന്ന പ്ലാനുകളിൽ ഇവിടെ മുമ്പ് 15 രൂപയ്ക്ക് 1 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMSും ബേസ് പ്ലാനിൽ ലഭിച്ചിരുന്ന പ്ലാനിന് ഇപ്പോൾ 19 രൂപയായി കൂട്ടി. അതുപോലെ മുമ്പ് 25 രൂപയ്ക്ക് 2 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMSും ബേസ് പ്ലാനിൽ ലഭിച്ചിരുന്ന പ്ലാനിന് ഇപ്പോൾ 29 രൂപയായി കൂട്ടി. അതോടൊപ്പം മുമ്പ് 61 രൂപയ്ക്ക് 6 GB ഇൻ്റർനെറ്റ് ബേസ് പ്ലാനിൽ ലഭിച്ചിരുന്ന പ്ലാനിന് ഇപ്പോൾ
89 രൂപയായി കൂട്ടി. അടുത്തത് അവസാനമായി ജിയോയുടെ പോസ്റ്റ് പെയ്ഡ് പ്ലാനിൽ ഇവിടെ മുമ്പ് 299 രൂപയ്ക്ക് 30 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ബിൽ സർക്കിൾ ലഭിച്ചിരുന്ന പ്ലാന് ഇപ്പോൾ 349 രൂപയായി കൂട്ടി. അതോടൊപ്പം മുമ്പ് 399 രൂപയ്ക്ക് 75 GB ബിൽ സർക്കിൾ വരുന്ന പ്ലാന് ഇപ്പോൾ 449 രൂപയായി കൂട്ടി. ഇതൊക്കെയാണ് ജിയോയുടെ പുതിയ നിരക്ക് കൂടിയ മൊബൈൽ റീചാർജ് പ്ലാനുകൾ. ഇനി എയർടെലിൻ്റെ പുതിയ നിരക്ക് കൂടിയ റീചാർജ് പ്ലാനുകൾ നമുക്ക് നോക്കാം. അതിൽ എയർടെലിൻ്റെ പ്രീപെയ്ഡ് അൺലിമിറ്റഡ് വോയിസ് പ്ലാനുകളിലൂടെ മുമ്പ് 179 രൂപയ്ക്ക് 28 ദിവസത്തെ വാലിഡിറ്റിയിൽ 2 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ലഭിച്ചിരുന്ന പ്ലാനിന് ഇപ്പോൾ 179 രൂപയായി കൂടിയിട്ടുണ്ട്. അതുപോലെ മുമ്പ് 455 രൂപയ്ക്ക് 84 ദിവസത്തെ വാലിഡിറ്റിയിൽ 6 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ലഭിച്ചിരുന്ന പ്ലാനിന് ഇപ്പോൾ 550 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതോടൊപ്പം 1799 രൂപയ്ക്ക് 365 ദിവസത്തെ വാലിഡിറ്റിയിൽ 24 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ലഭിച്ചിരുന്ന പ്ലാനിന് ഇപ്പോൾ 1999 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എയർടെലിൻ്റെ ഡെയിലി ഡാറ്റ പ്ലാനുകളിൽ ഇവിടെ മുമ്പ് 265 രൂപയ്ക്ക് 28 ദിവസത്തെ വാലിഡിറ്റിയിൽ പെർ ഡേ 1 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ലഭിച്ചിരുന്ന പ്ലാനിന് ഇപ്പോൾ 299 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ മുമ്പ് 299 രൂപയ്ക്ക് 28 ദിവസത്തെ വാലിഡിറ്റിയിൽ പെർ ഡേ 1.5 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ലഭിക്കുന്ന പ്ലാനിന് ഇപ്പോൾ 349 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അങ്ങനെ മുമ്പ് 350 രൂപയുടെ പ്ലാനിന് ഇപ്പോൾ 450 രൂപയും മുമ്പ് 399 രൂപയുടെ പ്ലാനിന് ഇപ്പോൾ 449 രൂപയും എന്നിങ്ങനെ ഒരു മാസത്തെ റീചാർജ് പ്ലാനുകളുടെ നിരക്ക് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ മുമ്പ് 479 രൂപയ്ക്ക് 56 ദിവസത്തെ വാലിഡിറ്റിയിൽ 1.5 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ലഭിക്കുന്ന പ്ലാനിന് ഇപ്പോൾ 579 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതോടൊപ്പം മുമ്പ് 549 രൂപയ്ക്ക് 56 ദിവസത്തെ വാലിഡിറ്റിയിൽ പെർ ഡേ 2 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ലഭിക്കുന്ന പ്ലാനിന് ഇപ്പോൾ 649 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ മുമ്പ് 719 രൂപയ്ക്ക് 84 ദിവസത്തെ വാലിഡിറ്റിയിൽ പെർ ഡേ 1.5 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ലഭിക്കുന്ന പ്ലാനിന് ഇപ്പോൾ 859 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതോടൊപ്പം മുമ്പ് 839 രൂപയ്ക്ക് 84 ദിവസത്തെ വാലിഡിറ്റിയിൽ പെർ ഡേ 2.5 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ലഭിക്കുന്ന പ്ലാനിന് ഇപ്പോൾ 979 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ മുമ്പ് 2999 രൂപയ്ക്ക് 365 ദിവസത്തെ വാലിഡിറ്റിയിൽ പെർ ഡേ 2 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ലഭിക്കുന്ന പ്ലാനിന് ഇപ്പോൾ 3599 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എയർടെലിൻ്റെ ഡാറ്റ ആഡ് ഓൺസ് പ്ലാനിൽ ഇവിടെ മുമ്പ് 19 രൂപയ്ക്ക് ഒരു ദിവസത്തെ വാലിഡിറ്റിയിൽ 1 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ബേസ് പ്ലാനിൽ ലഭിക്കുന്ന പ്ലാന് ഇപ്പോൾ 22 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ മുമ്പ് 29 രൂപയ്ക്ക് ഒരു ദിവസത്തെ വാലിഡിറ്റിയിൽ 2 GB ഇന്റർനെറ്റ് ബേസ് പ്ലാനിൽ ലഭിക്കുന്ന ഈ പ്ലാന് ഇപ്പോൾ 33 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ മുമ്പ് 65 രൂപയ്ക്ക് പ്ലാൻ വാലിഡിറ്റിയിൽ 4 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ബേസ് പ്ലാനിൽ ലഭിക്കുന്ന പ്ലാനിൽ ഇപ്പോൾ 77 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അടുത്തതായി ഇതിൽ എയർടെലിൻ്റെ പോസ്റ്റ് പെയ്ഡ് പ്ലാനുകളിൽ ഇവിടെ മുമ്പ് 399 രൂപയ്ക്ക് ഒരു കണക്ഷന് 40 GB ഡാറ്റ ഇന്റർനെറ്റ് വിത്ത് റോൾ ഓവർ അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ലഭിക്കുന്ന മന്ത്ലി താരിഫ് അതിൽ പറയുന്ന വാലിഡിറ്റി ഉള്ള പ്ലാനിന് ഇപ്പോൾ 449 രൂപ ആയിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ മുമ്പ് 499 രൂപയ്ക്ക് ഓൺ കണക്ഷന് 75 GB ഡാറ്റ ഇന്റർനെറ്റ് വിത്ത് റോൾ ഓവർ അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ലഭിക്കുന്ന മന്ത്ലി അതിൽ പറയുന്ന വാലിഡിറ്റി ഉള്ള പ്ലാനിന് ഇപ്പോൾ 549 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ മുമ്പ് 599 രൂപയുടെ റീചാർജ് പ്ലാനിന് ഇപ്പോൾ 699 രൂപയും അതുപോലെ മുമ്പ് 999 രൂപയുടെ റീചാർജ് പ്ലാനിന് ഇപ്പോൾ 1199 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. ഇതാണ് എയർടെലിൻ്റെ നിരക്ക് കൂടിയ പുതിയ മൊബൈൽ റീചാർജ് പ്ലാനുകൾ. അടുത്ത ഇനി VIൻ്റെ പുതിയ നിരക്ക് കൂടിയ റീചാർജ് പ്ലാനുകൾ നമുക്ക് നോക്കാം. അത് VIയുടെ പ്രീപെയ്ഡ് പ്ലാനുകളിൽ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് പ്ലാനിൽ ഇവിടെ മുമ്പ് 179 രൂപയ്ക്ക് 28 ദിവസത്തെ വാലിഡിറ്റിയിൽ 2 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ലഭിക്കുന്ന പ്ലാനിന് ഇപ്പോൾ 199 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ മുമ്പ് 459 രൂപയ്ക്ക് 84 ദിവസത്തെ വാലിഡിറ്റിയിൽ 6 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ലഭിക്കുന്ന പ്ലാനിന് ഇപ്പോൾ 509 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതോടൊപ്പം മുമ്പ് 1799 രൂപയ്ക്ക് 365 ദിവസത്തെ വാലിഡിറ്റിയിൽ 24 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ലഭിക്കുന്ന പ്ലാനിന് ഇപ്പോൾ 1999 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് VIയിൽ ഡെയിലി ഡാറ്റ പ്ലാനിൽ ഇവിടെ മുമ്പ് 269 രൂപയ്ക്ക് 28 ദിവസത്തെ വാലിഡിറ്റിയിൽ പെർ ഡേ 1.5 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ലഭിക്കുന്ന പ്ലാനിന് ഇപ്പോൾ 299 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ മുമ്പ് 299 രൂപയ്ക്ക് 28 ദിവസത്തെ വാലിഡിറ്റിയിൽ പെർ ഡേ 1.5 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS-ഉം ലഭിക്കുന്ന പ്ലാനിന് ഇപ്പോൾ 349 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതോടൊപ്പം മുമ്പ് 319 രൂപയ്ക്ക് ഒരു മാസത്തെ വാലിഡിറ്റിയിൽ
പെർ ഡേ 2 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS ലഭിക്കുന്ന പ്ലാനിന് ഇപ്പോൾ 379 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ മുമ്പ് 479 രൂപയ്ക്ക് 56 ദിവസത്തെ വാലിഡിറ്റിയിൽ പെർ ഡേ 1.5 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS ലഭിക്കുന്ന പ്ലാനിന് ഇപ്പോൾ 579 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതോടൊപ്പം മുമ്പ് 539 രൂപയ്ക്ക് 56 ദിവസത്തെ വാലിഡിറ്റിയിൽ പെർ ഡേ 2 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS ലഭിക്കുന്ന പ്ലാനിന് ഇപ്പോൾ 649 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ മുമ്പ് 719 രൂപയ്ക്ക് 84 ദിവസത്തെ വാലിഡിറ്റിയിൽ പെർ ഡേ 1.5 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS ലഭിക്കുന്ന പ്ലാനിന് ഇപ്പോൾ 859 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതോടൊപ്പം മുമ്പ് 839 രൂപയ്ക്ക് 84 ദിവസത്തെ വാലിഡിറ്റിയിൽ പെർ ഡേ 2 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS ലഭിക്കുന്ന പ്ലാനിന് ഇപ്പോൾ 979 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ മുമ്പ് 2899 രൂപയ്ക്ക് 365 ദിവസത്തെ വാലിഡിറ്റിയിൽ പെർ ഡേ 1.5 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMS ലഭിക്കുന്ന പ്ലാനിൽ ഇപ്പോൾ 3499 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. അടുത്തത് VIൻ്റെ ഡാറ്റ ആഡ് ഓൺ എന്ന പ്ലാനിൽ ഇവിടെ മുമ്പ് 19 രൂപയ്ക്ക് ഒരു ദിവസത്തെ വാലിഡിറ്റിയിൽ 1 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMSും ബേസ് പ്ലാനിൽ ലഭിക്കുന്ന ഈ പ്ലാനിന് ഇപ്പോൾ 22 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ മുമ്പ് 39 രൂപയ്ക്ക് 3 ദിവസത്തെ വാലിഡിറ്റിയിൽ 6 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMSും ബേസ് പ്ലാനിൽ ലഭിക്കുന്ന ഈ പ്ലാനിന് ഇപ്പോൾ 48 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് VIയുടെ പോസ്റ്റ് പെയ്ഡ് പ്ലാനിൽ ഇവിടെ മുമ്പ് 401 രൂപയ്ക്ക് ഇൻഡിവിജ്വൽ പ്ലാനിൽ 50 GB ഡാറ്റ വിത്ത് അപ് ടു 200 GB ഡാറ്റ റോൾ ഓവർ ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMSും ലഭിക്കുന്ന മന്ത്ലി ഇവിടെ പറയുന്ന വാലിഡിറ്റിയിലുള്ള പ്ലാനിന് ഇപ്പോൾ 451 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതോടൊപ്പം മുമ്പ് 501 രൂപയുടെ ഇൻഡിവിജ്വൽ പ്ലാനിൽ 90 GB ഡാറ്റ വിത്ത് അപ് ടു 200 GB ഡാറ്റ റോൾ ഓവർ ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMSും ലഭിക്കുന്ന മന്ത്ലി ഇവിടെ പറയുന്ന വാലിഡിറ്റിയിലുള്ള പ്ലാനിന് ഇപ്പോൾ 551 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ മുമ്പ് 601 രൂപയ്ക്ക് ഫാമിലി 2 ലൈൻ പ്ലാനിൽ 70 GB ഡാറ്റ ഫോർ പ്രൈമറി പ്ലസ് 40 GB ഡാറ്റ ഫോർ സെക്കൻഡറി വിത്ത് അപ് ടു 200 GB ഡാറ്റ ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMSും ലഭിക്കുന്ന മന്ത്ലി ഇവിടെ പറയുന്ന ഫാമിലി പ്ലാനിന് ഇപ്പോൾ 701 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതോടൊപ്പം മുമ്പ് 1001 രൂപയ്ക്ക് ഫാമിലി 4 ലൈൻ പ്ലാനിൽ 140 GB ഡാറ്റ ഫോർ പ്രൈമറി പ്ലസ് 40 GB ഡാറ്റ ഫോർ ഈച്ച് സെക്കൻഡറി വിത്ത് അപ് ടു 200 GB ഡാറ്റ റോൾ ഓവർ ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും SMSും ലഭിക്കുന്ന മന്ത്ലി ഇവിടെ പറയുന്ന പ്ലാനിന് 1201 രൂപയായിട്ട് ഈ ഫാമിലി പ്ലാനിന് കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് VIയുടെ പുതിയ നിരക്ക് കൂട്ടിയ മൊബൈൽ റീചാർജ് പ്ലാനുകൾ. അത് നമ്മളിവിടെ പറഞ്ഞതെല്ലാം 4G നെറ്റ്വർക്ക് പ്ലാനുകളാണ്. അതിൽ ചിലതിലൊക്കെ 5G നെറ്റ്വർക്കുകളും കിട്ടും. പിന്നെ നമ്മളിവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ 5G ഫോൺ ഉപയോഗിക്കുന്നവർക്ക് 5G നെറ്റ്വർക്കിൽ അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇനി മുതൽ പെർ ഡേ 2 GB അൺലിമിറ്റഡ് വോയിസ് കോളും SMS ഒക്കെ ലഭിക്കുന്ന 200-299 രൂപയ്ക്ക് മുകളിലുള്ള ഇൻ്റർനെറ്റ് മൊബൈൽ റീചാർജ് നമ്മുടെ മൊബൈൽ ഫോണിൽ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് 5G ഇൻ്റർനെറ്റ് ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇത് ജിയോയിലുള്ള പോലെ തന്നെയാണ് എയർടെല്ലും VI മൊബൈൽ നെറ്റ്വർക്കുകളിലും. മാത്രമല്ല ഈ പറഞ്ഞ ടെലികോം മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികളല്ലാതെ BSNL, MTNL തുടങ്ങിയ മറ്റ് മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികളുടെ മൊബൈൽ റീചാർജ് നിരക്ക് കൂട്ടിയിട്ടില്ല. അങ്ങനെ അതിൻ്റെ മൊബൈൽ റീചാർജ് നിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ പുതിയ വീഡിയോകൾ ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ ബൈ.